ഓക്കെ ഗായ്സ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഗൈസ് രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, എന്തിനാണ് ഫ്രാങ്ക്ലിൻ രാവിലെ തന്നെ എണീറ്റെന്ന് വെച്ചാൽ ഗൈസ്, ഇന്ന് എന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യയിലോട്ടേക്ക് ഗൈസ് നമ്മുടെ അയൺമാനുകളൊക്കെ എന്തായാലും വരാനായിട്ട് എന്തായാലും പോകണം. യെസ് ഗൈസ്, നമ്മുടെ ഇന്ത്യയിലോട്ട് എന്തായാലും ഇന്ന് എന്തായാലും ഗൈസ് അയൺമാനുകളൊക്കെ എന്തായാലും വരാനായിട്ട് എന്തായാലും പോകണം. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു ഫ്രണ്ട് കളക്കാണ് അയൺമാൻ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അയൺമാൻ ആണെങ്കിൽ ഇന്ത്യ ചുമ്മാ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കാണാമെന്ന് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് അയൺമാൻ ജസ്റ്റ് ഒരു 2-3 ആഴ്ചയ്ക്ക് ഇവിടെ താമസിക്കാനായിട്ട് എന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അയൺമാനെ പോയി പിക്ക് ചെയ്യാം. ഓക്കെ, അയൺമാൻ നമ്മുടെ ഫ്രണ്ടാണല്ലോ. ഓക്കെ, അപ്പോൾ അയൺമാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈവറ്റ് ജെറ്റിലൊക്കെ വരുമെന്നാണ് എന്തായാലും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഷിൻചാനും കൂടെ എന്തായാലും നേരെ നമ്മുടെ എയർപോർട്ടിൽ പോയി അയൺമാനെ വിളിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് എന്തായാലും അയൺമാനെ ഫുള്ളായിട്ട് നമ്മുടെ ഈ സിറ്റിയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കും. ഓക്കെ, എടാ ഷിൻചാനെ ഒന്ന് പെട്ടെന്ന് വാടാ, അയൺമാനെ പിക്ക് ചെയ്യാൻ പോണം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ ഇത് എത്തി. ആദ്യമായിട്ട് അയൺമാനെ കാണാൻ പോലുണ്ട്. കുറച്ച് അടിപൊളിയായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് പോവാം. ഒന്ന് വാടാ എൻ്റെ പൊന്ന് ഗൈസ്. ഇവൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ സമയം എടുക്കും ഗൈസ് ഡ്രസ്സ് ഇടാനായിട്ടൊക്കെ. എന്തായാലും ഷിൻചാൻ വരട്ടൊക്കെ, എന്നിട്ടൊക്കെ എയർപോർട്ടിൽ പോയി നമുക്ക് എന്തായാലും അയൺമാനെ പോയി പിക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ ഓക്കെ, നമ്മുടെ ഷിൻചാൻ അങ്ങനെ ഫൈനലി അങ്ങനെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഷിൻചാനെ വണ്ടി ഒന്ന് കയറായി. അയൺമാൻ ഏകദേശം എത്താറായി. അയൺമാൻ ഇപ്പോൾ ഏകദേശം ഇവിടെ ലാൻഡ് ചെയ്താണ്. നമുക്ക് എന്തായാലും അയൺമാനെ പോയി പിക്ക് ചെയ്യാം. അയൺമാൻ വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്തായാലും എയർപോർട്ടിൽ എന്തായാലും പോവാം. ഓക്കെ, എന്തായാലും എന്നിട്ട് നമുക്ക് അയൺമാനെ ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഇന്ത്യ മൊത്തത്തിൽ അങ്ങ് ചുറ്റി കാണിച്ചു കൊടുക്കണം. എന്തൊക്കെ സംഭവങ്ങളുണ്ട്, എന്തൊക്കെ ബിൽഡിങ്സ് ഉണ്ടെന്ന് മൊത്തത്തിൽ കാണിച്ചു കൊടുക്കണം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, എയർപോർട്ടിൽ നമ്മൾ സുഖമായിട്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു മഞ്ഞ കളർ പ്രൈവറ്റ് ജെറ്റ് കിടക്കില്ല, അതാണ് നമ്മുടെ അയൺമാൻ വന്ന ജെറ്റ് കാര്യങ്ങളൊക്കെ. അയൺമാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്കെന്തായാലും വണ്ടികളൊക്കെ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്ത് എന്തായാലും അടുത്ത് പോവാം. ഫ്രാങ്ക്ലിനെ എന്നെ കണ്ടോ? ഫ്രാങ്ക്ലിനെ, ആ അയൺമാനെ ഞാനിതാ എത്തി. ഫ്രാങ്ക്ലിനെ നീ വന്നല്ലേ? ഫ്രാങ്ക്ലിനെ, അപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? നമുക്ക് നേരെ ഈ സിറ്റി മൊത്തത്തിലങ്ങ് ചുറ്റി കണ്ടാലോ? ആടാ അയൺമാനെ, നമുക്ക് ഈ സിറ്റി മൊത്തത്തിലങ്ങ് ചുറ്റി കാണാം. അതിനായിട്ടാണല്ലോ നീ വന്നത് തന്നെ. ആടാ ഓ, ഇതല്ലേ നിന്റെ അനിയൻ ഷിൻചാൻ? ആടാ അയൺമാനെ, ഇവൻ നിന്റെ വലിയൊരു ഫാനാണ്. നിന്റെ എല്ലാ സിനിമകളും അവൻ കണ്ടിട്ടുണ്ട്. ആടാ ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ എന്തായാലും നേരെ നിന്റെ വണ്ടി കയറിപ്പോൾ. നീ വണ്ടി കൊണ്ടാണല്ലോ വന്നേക്കണ. ഓടാ, എൻ്റെ ഡിഫൻഡർ കൊണ്ടാണ് നീ വന്നേക്കണ. നീ ഒരു കാര്യം ചെയ്യും, നീ നേരെ വണ്ടി ഒന്ന് കയറി, ഞാൻ നിനക്ക് ഈ സിറ്റി മൊത്തത്തിൽ ചുറ്റി കാണിച്ചു തരാം. ആടാ, അതേപോലെ തന്നെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാറാണെങ്കിൽ എൻ്റെത് ഇങ്ങോട്ട് എന്തായാലും വരുത്തിയിട്ട് എന്തായാലും ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ താമസിക്കണം എൻ്റെ വീട്ടിൽ കിടന്ന എൻ്റെ കാറാണ്. എനിക്കെന്തായാലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കാർ വേണമല്ലോ ഇവിടെ ഓടിച്ചൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇനി 2-3 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകണമല്ലോ, ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി ഒരു വീട് ഞാൻ ബുക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാറും കൂടെ ഇങ്ങോട്ട് വരുത്തി. അത് ഇതുവരെയായിട്ട് വന്നിട്ടില്ല, അതൊരു കാർഗോ പ്ലെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതും പോയി പിന്നെ പിക്ക് ചെയ്യണം. ആടെ അയൺമാൻ അതൊക്കെ പിന്നെ നോക്കി. ഇപ്പോൾ നീ ഒന്ന് വണ്ടി കയറി. ഓക്കെ, നമ്മുടെ അയൺമാൻ അങ്ങനെ നമ്മുടെ ഡിഫൻഡറിൽ നിന്ന് കയറിയിട്ടുണ്ട്. എടാ അയൺമാനാ, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടോ? ആടാ, എനിക്കറിയാൻ വേടാ അതൊക്കെ. നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ വണ്ടി എടു, നമുക്ക് നേരെ പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ വണ്ടി കൊണ്ട് അങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായാലും നമ്മുടെ അയൺമാൻ എന്തായാലും കാണിച്ചു കൊടുക്കാം. അപ്പോൾ അയൺമാനെ, അപ്പോൾ ഏറ്റവും ആദ്യമായുള്ള സംഭവമാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതേപോലെ തന്നെ ആ കാണാൻ എൻ്റെ വീടെന്ന് പറയുന്നത്. ഓക്കെ, നീ പിന്നെ വേറെ വീടൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയല്ലേ? ആടാ ഫ്രാങ്ക്ലിനാ, ഞാൻ ഒരു വീടൊക്കെ ബുക്ക് ചെയ്തേക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സിറ്റി ഏരിയ. അത് കുറച്ച് നീങ്ങിയുള്ളൊരു ഏരിയയാണ്. ഇതാണ് മെയിനായിട്ടുള്ള സിറ്റി ഏരിയ. ഇവിടെ ഇഷ്ടം പോലെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ ഇങ്ങനെ തിരിഞ്ഞുള്ള സംഭവമുണ്ട്. അതേപോലെ തന്നെ അവിടെ ആയിട്ടൊരു ഗറാജ് ഉണ്ട്. ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാൻ കൊടുക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ പോയിട്ട് നേരെ സൈഡിലോട്ട് തിരിഞ്ഞു, അതായത് നേരെ പോയിട്ട് നേരെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള മെയിനായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വില്ലേജ്. ഇവിടെ താമസിക്കാനൊക്കെ ഭയങ്കര സൂപ്പറാണ്. അല്ല കിടുക്കാച്ചുള്ള ചെറിയ ചെറിയ വീടുകളാണ്. കണ്ട അടിപൊളിയുള്ള സംഭവമാണ്. നമുക്കാണെങ്കിൽ ഒരു ദിവസം ഇവിടെ ഒന്ന് താമസിക്കാം. ആടാ, എനിക്ക് ഇതേപോലത്തെ വീടുകളൊക്കെ താമസിക്കാൻ വളരെ ഇഷ്ടമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ അയൺമാൻ, ഇതാണ് ഞാൻ സ്ഥിരം കാറൊക്കെ വാങ്ങിക്കണ കാർ ഷോറൂം. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാർ ഷോറൂമാണ്. ആ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഷോറൂമില്ല, അതാണ്. ആടാ
അല്ല ഇതെന്തോണ് ഇവിടെ എന്തോ സംഭവം നടക്കണ? എടാ ഇതൊരു കൺസ്ട്രക്ഷൻ ഏരിയയാണ്. ഇത് വലിയൊരു ടൗൺ പോലത്തെ എന്തോ വേറെന്തോ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകണ്ട. ഇവിടെ ഫ്ലൈ ഓവറൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് പണിയും തീർന്നിട്ടില്ല, കൺസ്ട്രക്ഷൻ നടത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കൺസ്ട്രക്ഷൻ ഏരിയ ആണ്. പിന്നെ നേരെ ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് പോവേണ്ട ഒരു ബീച്ചും കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ബീച്ച് പിന്നെ ഭയങ്കര വലിയ ബീച്ചാണ്. ഓക്കെ, ഈ ബീച്ച് ഇങ്ങനെ പോയി 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 അങ്ങ് അറ്റം വരെ കറങ്ങി നേരെ എൻ്റെ വീടൊക്കെ ഇരിക്കണ ഏരിയ അല്ലേ, ആ സ്ഥലം വരെ ഉണ്ട്. ഓക്കെ. ഓ ഇതാണല്ലേ ബീച്ച്. എൻ്റെ മോനെ. എടാ ഫ്രാങ്ക്ലിനെ, ഒരു മിനിറ്റ്, നീ നിൻ്റെ ആ ഒരു ഡിഫൻഡർ ഒന്ന് വെള്ളത്തിലോട്ട് ഇറക്ക്. സീനൊന്നുമില്ല, വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി വാങ്ങിക്കാം. ശരി എൻ്റെ മോനെ. കേസോടെ ഡിഫൻഡർ നമ്മൾ അയൺമാൻ പറഞ്ഞിട്ട് ഫുള്ള് നമ്മൾ വെള്ളത്തിൽ ഇറക്കിയേക്കാണ്. അടിപൊളിയാട്ടോ, സൂപ്പർ. എൻ്റെ മോനെ വേറെ ലെവലായിട്ടുണ്ട്. എടാ അയൺമാനെ, ഇവിടെ കുറച്ച് നേരം നിൽക്കണോ? നമുക്കിനിയും സമയമുണ്ടല്ലോ. നമുക്ക് ഈ സിറ്റി ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി കാണാം, അത്രേ ഉള്ളൂ. ബീച്ചിലൊക്കെ നമുക്ക് പിന്നെ വരാം, നമുക്ക് വലിയൊരു ട്രിപ്പായിട്ടൊക്കെ വരാം. അയൺമാനെ, നമുക്കിപ്പോൾ നേരെ എന്തായാലും അടുത്ത സ്ഥലത്തോട്ടോ. ഈ ബീച്ച് തന്നെ ഇങ്ങനെ പോയി 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 എൻ്റെ വീടിൻ്റെ അവിടെ വരെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ അടിപൊളിയായിട്ടുള്ള കുറേ മാൻഷൻസ് ഒക്കെ ഉണ്ട്. നീ ബുക്ക് ചെയ്തത് അങ്ങെന്തോ അല്ലേ? ഇവിടെ ഒന്നുമല്ല, ഞാൻ ബുക്ക് ചെയ്ത് നല്ല ദൂരമുണ്ട്. നീ ഇവിടെ എന്തോ ഒരു ജുറാസിക് പാർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഏരിയയിലൊക്കെ ഉണ്ട്. അറിയടാ. ഇതാണ് പിന്നെ വേറൊരു ലക്ഷറി ഹൗസ് ഇവിടെ സൈഡിലായിട്ടുണ്ട്. ഇത് രണ്ടും അടിപൊളി വീടുകളാണ്. ഓക്കെ, പിന്നെ അവിടെ ആയിട്ടൊരു ഗോഡൗൺ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് എൻ്റെ വീട് പറഞ്ഞത്. പിന്നെ ജുറാസിക് പാർക്ക് ഞാൻ കാണിച്ചു തരാം. ജുറാസിക് പാർക്ക് കുറച്ച് ദൂരമുണ്ട് കേട്ടാ. ജുറാസിക് പാർക്കിൻ്റെ അങ്ങ് അറ്റമൊന്നുമല്ലോ നിൻ്റെ വീട് പറഞ്ഞാൽ, പുതിയ വീട് നീ ബുക്ക് ചെയ്താ. അവിടെ ആയിട്ടാണ് എൻ്റെ പുതിയ വീട് പറഞ്ഞത്. ഞാൻ നിന്നെ ഒരു ദിവസം കൊണ്ടുപോകാം. ഇപ്പം ആ വീട്ടിലോട്ട് കയറാൻ പറ്റില്ല, ഞാൻ ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ, ഒഫീഷ്യലായിട്ട് വാങ്ങിച്ചില്ല. നമുക്കൊരു കാണിച്ചാൽ നമുക്ക് നേരെ ജുറാസിക് പാർക്കൊന്ന് ചുമ്മാ കാണാം. അതിൻ്റെ അകത്ത് കയറാനൊന്നും വേണ്ട കേട്ടോ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കയറാം. ഇപ്പം സമയമല്ല. ഇപ്പം എനിക്ക് എൻ്റെ വണ്ടി എടുക്കണം, എയർപോർട്ടിൽ ആ സാധനം വരും. സിറ്റി ഒന്ന് ചുമ്മാ എക്സ്പ്ലോർ ചെയ്ത് കാണണം എനിക്ക്. അതേപോലെ തന്നെ ഈ കാണുന്നത് കണ്ട, ഇതൊക്കെ കുറേ അടിപൊളി ആയിട്ടുള്ള കുറേ കമ്പനികളുടെ ഇതൊക്കെയാണ്. അയ്യോടാ ഫ്രാങ്ക്ലിനെ, നീ എന്താടാ കാണിക്കണ? ഇടിച്ച് നീ ആ മരത്തിനെ അടിച്ച് തറയിട്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല. അതേപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന കണ്ട, ഇതാണ് ജുറാസിക് പാർക്ക്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനും കൂടെ ഉണ്ട്. ഇവിടെ കണ്ട ട്രെയിനൊക്കെ വരും കണ്ട, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അതുതന്നെ ഇവിടെ ആയിട്ടുണ്ട് കുളമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ വലിയൊരു മലയുണ്ട് കണ്ട, അതൊക്കെയാണ് കണ്ട. ഇതാണ് ജുറാസിക് പാർക്ക്. ഇതിന് എൻട്രി ഒക്കെ ഉണ്ട്, കാണിച്ചു തരാം. കാണാൻ എൻട്രി ഓട്ടോമാറ്റിക് ഗേറ്റാണ്. ടിക്കറ്റ് എടുത്താലേ കയറാൻ പറ്റും, പക്ഷേ ഗേറ്റ് തുറക്കും. പക്ഷേ ടിക്കറ്റ് എടുത്താലേ അതിൻ്റെ അകത്ത് എൻട്രി ഉള്ളൂ. ഓക്കെ, നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ വലിയൊരു ഓഫീസ് പോലെ കാണാം കണ്ട്. ഇത്രയും നമുക്ക് വരാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ബാക്കി നമുക്ക് ടിക്കറ്റ് എടുത്താലേ പോകാൻ പറ്റും. നമുക്ക് ഒരു ദിവസം വരടാ അയൺമാനെ. നീ ഒരു കാര്യം ചെയ്യും. ഇപ്പം ഏകദേശം ഈ സിറ്റി നമ്മൾ മൊത്തം എക്സ്പ്ലോർ ചെയ്തുണ്ടല്ലോ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇനിയൊന്നും ബാക്കിയില്ലേ, എല്ലാം നമ്മൾ കണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ എയർപോർട്ടിൽ പോകാം. നിൻ്റെ എന്തോ വണ്ടി എന്തോ വരുമെന്ന് പറഞ്ഞല്ലോ, നമുക്ക് അതങ്ങ് പോയി നൈസായിട്ട് നോക്കാം. ഫ്രാങ്ക്ലിനെ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളെന്തായാലും എയർപോർട്ടിലോട്ട് എന്തായാലും എത്തിയിട്ടുണ്ട്. ഓക്കെ, എടാ ഫ്രാങ്ക്ലിനെ, എൻ്റെ വണ്ടി വന്നടാ. എടാ എൻ്റെ ബോഡി ഗാർഡ്സ് എല്ലാവരും എൻ്റെ വണ്ടി കൊണ്ടുവന്നു. എൻ്റെ വണ്ടി വന്നല്ലോ, എൻ്റെ വണ്ടി ഇന്ത്യയിൽ വന്നല്ലോ. ഏതാ വണ്ടി നിൻ്റെ? എടാ സൈഡിൽ കളർ വണ്ടി. ചേടാ ഇതാ എൻ്റെ മോനെ. ഗൈസ്, അയൺമാൻ്റെ വണ്ടിയൊന്ന് കണ്ട. അയൺമാനുള്ള വണ്ടി എന്ന് വെച്ചാൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലംബോർഗിനിയുടെ സിയാനാണ്. എൻ്റെ ആളി, ഇതാണല്ലോ അയൺമാൻ്റെ വണ്ടി. എൻ്റെ മോനെ, വിഷയം സാധനമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ വണ്ടി എന്തായാലും ഓടിച്ചോക്കാം. എടാ അയൺമാനെ, വന്ന് വണ്ടി കയറാ. ഫ്രാങ്ക്ലിനാ, ഞാൻ വന്ന് കയറി. ഫ്രാങ്ക്ലിൻ ചേട്ടാ, അപ്പം ഞാൻ ഇവിടെ ഇരിക്കും, നിങ്ങളിപ്പോൾ രണ്ടുപേരും കയറി, അപ്പം എനിക്കിരിക്കാൻ സ്ഥലമില്ല. എടാ ഷിൻജാനെ, തൽക്കാലത്തേക്ക് നീ ആ വണ്ടിയുടെ റൂഫിൽ കയറിയില്ലേ? അതാണെന്നല്ലോ. എടാ ഷിൻജാനെ, നീ ആ മോളത്തെ റൂഫിൽ കയറില്ലേ? ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഷിൻജാനുകളൊക്കെ നൈസായിട്ട് കയറിയിട്ടുണ്ട് കേട്ടാ. എൻ്റെ അളിയ കേസ്, നമ്മുടെ അയൺമാൻ്റെ വണ്ടി അടിപൊളിയാണ് കേട്ടോ. ലംബോർഗിനിയുടെ ടെർസ് അല്ലല്ലോ, ലംബോർഗിനിയുടെ സിയാനാണ് കേസ്. ഓക്കെ, മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകളൊക്കെയാണ്. എൻ്റെ മോനെ, എടാ ഫ്രാങ്ക്ലിനെ, നീ എന്ത് പണിയടാ കാണിച്ചാ? അയ്യോടാ സോറിടാ അറിയാതെ ഇടിച്ചടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്ത് പണിയടാ കാണിച്ചാ? നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയണോ? നീ ഇടിച്ചെൻ്റെ വണ്ടിയുടെ ഡോർ പൊളിച്ചോളഞ്ഞല്ലോ. എന്ത് പണിയടാ കാണിച്ചാ? വണ്ടി കൊണ്ടുവന്നല്ലോ, അതിന് മുമ്പ് നീ വണ്ടി നശിപ്പിച്ചല്ലോ. അയ്യോടാ സോറിടാ, അത് ശരിയാക്കി തരാം. മര്യാദയ്ക്ക് വണ്ടി ശരിയാക്കി തരാം, അല്ലെങ്കിൽ നിന്നെ നോക്കിക്കോ, സിനിമയിൽ അടിക്കണ പോലെ നിന്നെ എടുത്തിട്ട് അടിക്കും. അയ്യോടാ അയൺമാൻ, അങ്ങനെ ചെയ്യില്ലടാ, ഈ വണ്ടിയാ ശരിയാക്കി തരാം. എൻ്റെ പൊന്ന് ഗൈസ്, അറിയാതെ ഒന്ന്
ഇടിച്ചാണ് കേസൊക്കെ. എൻ്റെ ഡോർ നൈസ് കളയിപ്പോയി. അയൺമാനെ വിഷമിക്കണ്ടാ, ശരിയാക്കി തരാം. ശരിയാക്കിയാൽ നിനക്ക് കൊള്ളാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ കണക്ക് അയൺമാനെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ കണക്കായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അയൺമാനെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ. ഓക്കെ, കുറേ ദിവസം കൊണ്ടേ പറയണം പാവം ബ്രോ. ഓക്കെ, അയൺമാൻ്റെ വെച്ച് വീഡിയോ ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ഇനി വരും ദിവസങ്ങളിൽ നമ്മളെന്തായാലും അയൺമാനെ വെച്ചിട്ടുള്ള വേറെ കുറേ വീഡിയോസൊക്കെ വരുന്നതാണ്. കുറേ മിഷ്യൻ്റെ വീഡിയോസ്, അങ്ങനെ കുറേ വീഡിയോസൊക്കെ നമ്മളെന്തായാലും ചെയ്യുന്നതാണ് അയൺമാനെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആരെങ്കിലും നമ്മുടെ ചാനലിൻ്റെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് അല്ലെങ്കിൽ അപ്പോഴും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിടെല്ലാം വേണ്ടിയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.